ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പാപപരിഹാര ബലിക്കുള്ള സമയമാണ് ആരംഭിക്കുക. കാൽവരിയിൽ യാഗാർപ്പണമായ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ പുത്രൻ യേശുക്രിസ്തു. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു വചനഭാഗമുണ്ട്. പുരോഹിതൻ ജനങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ഒരു മുട്ടാടിൻ്റെ മുതുകിൽ വെച്ച് കെട്ടിയിട്ട് അതിനെ മരുഭൂമിയിലേക്ക് യാത്രയാക്കുന്നു. ആ മുട്ടാട് മനുഷ്യരുടെ പാപങ്ങളെല്ലാം തൻ്റെ ചുമലിൽ വഹിച്ച് മരുഭൂമിയുടെ വിദൂരതയിലേക്ക് യാത്രയായി അവസാനം അത് എവിടെയോ പിടഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. അതോടൊപ്പം മനുഷ്യൻ്റെ പാപങ്ങളും അവിടുന്ന് തീരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ദൈവപുത്രൻ, പാപപരിഹാര ബലിക്കുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുക്രിസ്തുവായി മാറിയതാണ് ചരിത്രം. യഥാർത്ഥം മുറിയപ്പെടേണ്ട ക്രിസ്തു, ദൈവപുത്രൻ യേശുക്രിസ്തുവായിരുന്നു. അസാസൻ, ബലിയാട്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. മുറിയപ്പെടേണ്ട കുഞ്ഞാട്, യഥാർത്ഥ കുഞ്ഞാട് ആരാണെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ. അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ കണ്ടെത്തിയ ഒരു കഥയാണ്. ബാലനായ ഉണ്ണീശോ തൻ്റെ അമ്മയോടൊപ്പം, പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം ജെറൂസലേമിന് തിരുനാൾ കൂടാനായിട്ട് പോകുന്ന ഒരു കഥയുണ്ട്. അതായത് യോസേപ്പ് പിതാവ് മറിയത്തെയും ബാലനായ ഉണ്ണീശോയും കൂടി കൂട്ടി ഈ പ്രാവശ്യം തിരുനാൾ ആഘോഷിക്കാൻ ജെറുസലേമിലേക്ക് വിടും. അമ്മയും മകനും ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ ഒരുപാട് കച്ചവടക്കാരെയും വഴിയിൽ പലതരത്തിലുള്ള ബിസിനസ്സെല്ലാം ചെയ്യുന്ന മറ്റു ആളുകളൊക്കെ കാണുന്നു. അപ്പോൾ വളരെ വാത്സല്യത്തോടു കൂടി അമ്മയുടെ ഈ കൈ പിടിച്ച് ഉണ്ണീശോ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് തിരുനാൾ ആഘോഷിക്കാൻ പോവുകയാണ്. അങ്ങനെ തിരുനാൾ ആഘോഷം അവിടെ കൊണ്ടാടുമ്പോൾ പെട്ടെന്ന് ഉണ്ണീശോയുടെ കാഴ്ചയിൽ കുറേ കുഞ്ഞ് മുട്ടാടുകളൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനെ കാണുന്നു. കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് അവൻ ഓടിച്ചു ചെല്ലുന്നു. അപ്പോൾ അമ്മ ഉടനെ അവൻ്റെ കൈക്ക് പിടിച്ച് തിരിച്ചു വിളിക്കുന്നുണ്ട്. കാരണം വീണ്ടും അവനെ നഷ്ടമാവുമോ എന്നുള്ളൊരു പേടിയോട് കൂടിയായിരിക്കണം. അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, അമ്മേ, അവിടെ കുറേ ആടുകളെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനെ ഞാൻ കണ്ടു. അവിടെ നിന്ന് കുറേ ആടുകളെ വാങ്ങിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ കുറേ ആളുകൾ. എന്തിനാണ് അങ്ങനെ ഈ ആടുകളെ വാങ്ങിച്ചു കൊണ്ടുപോകണേ? മറിയം കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക, മോനെ, അവിടെ നിന്ന് ആടുകളെ വാങ്ങിച്ചിട്ട് അവർ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അതിന് ബലി അർപ്പിക്കുകയാണ്. ബാലനായ ഈശോ അമ്മോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ഇവർ ബലി അർപ്പിക്കണേ? ഇതെന്തിനാ ഇങ്ങനെ ബലി അർപ്പിക്കണേ? അപ്പോൾ മറിയം പറഞ്ഞു കൊടുക്കുക, മോനെ, അതായത് ആളുകൾ ഈ മുട്ടാടിനെ വാങ്ങിച്ച് ദേവാലയത്തിൽ ചെല്ലും. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആ മുട്ടാടിനെ അവർ കൂട്ടിക്കെട്ടിയിട്ട് അതിൻ്റെ കഴുത്ത് അറുത്ത് അവിടെ ഈ അൾത്താരയിലേക്ക് ചോര ചീറ്റുമ്പോൾ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ആ മുട്ടാടിനയിലൂടെ മനുഷ്യരുടെ പാപങ്ങളും അവിടെ തീർന്നു പോകുന്നു. അതായത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ബലിയർപ്പണം. ആട്ടിൻകുട്ടിയുടെ രക്തം ചിന്തി അവിടെ മനുഷ്യരുടെ പാപങ്ങൾ നിർവീര്യമാക്കുന്ന ഒരു ബലിയർപ്പണമാണ് അമ്മ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക. ഈ കഥ കേട്ട ഉടനെ തന്നെ കുഞ്ഞ്, ബാലനായ ഈശോ, അമ്മയുടെ കൈ വിടുവിച്ചിട്ട് ഒരൊറ്റ ഓട്ട നേരെ ആ കടക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെന്ന് ഈ ബാലനായ ഈശോ കടക്കാരനോട് ചോദിക്കുക, എനിക്കൊരു മുട്ടാടിനെ വേണം, എനിക്കൊരു കുഞ്ഞാടിനെ വേണം. അപ്പോൾ കച്ചവടക്കാരൻ ചോദിച്ചു, അതിനെന്താ, ഒരു കുഴപ്പമില്ല, എത്ര പൈസയുണ്ട് നിൻ്റെ കയ്യിൽ, കാശുണ്ടോ? അപ്പോൾ ഉടനെ ഉണ്ണീശോ നിഷ്കളങ്കനായിട്ട് പറയുക, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ, അമ്മയുടെ
കാശില്ല, എൻ്റെ അപ്പൻ ഒരു തച്ചനാണ്. അപ്പോൾ അയാൾ പറഞ്ഞില്ല, അത് നടക്കില്ല, കാശില്ലാതെ ആടിന് കിട്ടില്ല, പൊക്ക ഇവിടുന്ന് വേഗം വിട്ടോളം പറഞ്ഞു. പക്ഷെ ഉണ്ണീശോ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക, വാശി പിടിക്കുക. അവൻ്റെ നിഷ്കളങ്കമായ ആ ചോദ്യത്തിലും പറച്ചിലൊക്കെ പിന്നെ കച്ചവടക്കാരൻ വഴങ്ങിക്കൊടുക്കുക. അവസാനം ആ കച്ചവടക്കാരൻ അവനൊരു കുഞ്ഞാടിനെ അങ്ങോട്ട് കൊടുക്കുക. ആ ഒരു കുഞ്ഞാടിനെ അവന് സമ്മാനിച്ചു. അതിനെ കിട്ടിയ ഉടനെ ഈ ബാലനായ ഈശോ ആ കുഞ്ഞാടിനെ തൻ്റെ തോളിൽ വഹിച്ചിട്ട് പിന്നെ ഒരു ഓട്ടമാണ് നേരെ. അപ്പോൾ അമ്മ വളരെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്, ഈ കുഞ്ഞ് വീണ്ടും ഈ എവിടെയെങ്കിലും വഴി തെറ്റിപ്പോവോ അല്ലെങ്കിൽ കൈവിട്ടു പോവോ എന്ന് ഓർത്തിട്ട് അമ്മയെ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ അവൻ കുഞ്ഞാടിനെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ ദേവാലയത്തെ ലക്ഷ്യമാക്കി അങ്ങോട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ആ ദേവാലയത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ അവൻ അവിടെ നിൽക്കുന്നു. പിന്നെ കാണുന്നത് 2 വഴികളാണ്, ഒന്ന് ദേവാലയത്തിലേക്കും മറ്റൊന്ന് മരുഭൂമിയിലേക്കും. അവനൊന്ന് ആ കുഞ്ഞാടിനെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് ഈ ബാലനായ ഈശോ വീണ്ടും ഒരു വഴിയിലേക്ക് ഓടുകയാണ്. ആ വഴി മരുഭൂമിയിലേക്കുള്ളൊരു വഴിയായിരുന്നു. അമ്മ അല്പം വിദൂരതയിൽ നിന്ന് മകനെ നോക്കി കാണുന്നൊരു രംഗമുണ്ടപ്പോൾ. ആ മരുഭൂമിയിൽ വെച്ച് ആ കുഞ്ഞാടിനെ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ തലയിലൊന്ന് തലോടിയിട്ട് ആ കുഞ്ഞാടിനോട് പറയുന്നൊരു വാക്കുണ്ട്, അല്ലയോ കുഞ്ഞാടേ, നീ ഓടി പോയി രക്ഷപ്പെട്ടുകൊള്ളുക, നീ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. നീയല്ല ഇവിടെ മുറിയപ്പെടേണ്ടത്, നിന്നല്ല ഇവിടെ ബലിയർപ്പിക്കേണ്ടത്, നിന്റെ രക്തമല്ല ഇവിടെ ചിന്തപ്പെടേണ്ടത്, നീ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. മുറിയപ്പെടേണ്ട യഥാർത്ഥ കുഞ്ഞാട് ഞാനാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഞാനാണ്. അതെ, അത് അന്വർത്ഥമായ ദിവസമാണ് ദുഃഖവെള്ളി. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് സർവ മാനവകുലത്തിനും രക്തം നമുക്കായി ചൊരിഞ്ഞ് ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടാണ് യേശുക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രൻ. ലോകമൊന്നായി